നമസ്കാരം, ഫെങ്ഷയിലേക്ക് സ്വാഗതം. ഫെങ്ഷയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങളും മറ്റും നിവാരണം ചെയ്യുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തേജസ് ഫെങ്ഷി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. ഇന്ന് അടുത്ത കത്താണ്. ചിറയൻകീഴിൽ നിന്നും സേതുലക്ഷ്മിയാണ് ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് സ്ഥിരതാമസം. ഒരു പ്രശസ്ത ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വിഷയം എനിക്കിതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. വീടിൻ്റെ പ്രശ്നമാണോ എന്നറിയാനാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ദർശനം വടക്കാണ്. ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പല വീടുകളിലും നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞാലും കുട്ടികളുണ്ടാകാത്തൊരവസ്ഥയൊക്കെ നമുക്കുണ്ടാകും. അത് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ വാസ്തുപ്രകാരം സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിലായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം അതിനെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വീടിൻ്റെ പ്രശ്നമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഓക്കെ. അത് വീട് നമുക്ക് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും വീടിൻ്റെ ദർശനം വടക്ക്, അല്ലേ? വടക്ക് ഭാഗത്താണ് വീടിൻ്റെ ദർശനം പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാവാൻ വീടിൻ്റെ വടക്ക് ഭാഗത്താകുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാനാണ് ചാൻസ് വളരെ കൂടുതൽ. കാരണം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നുകിൽ കിണറോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈ കുഞ്ഞു കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആ വീട്ടിലുണ്ടാവാം. ആ വീട് നമുക്ക് വിശദമായിട്ട് നോക്കിയാലേ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാം. എപ്പോഴും നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണ് നമ്മൾ അത് ഉറങ്ങേണ്ടത്. അതായത് ആ വീട്ടിലുള്ള ദമ്പതികൾക്ക് സൂട്ടബിളായിട്ടുള്ള റൂം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയതിന് ശേഷം അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇതിലാണ് അവർക്ക് സൂട്ടബിളായത്. ഇപ്പം കിഴക്ക് വിഭാഗവും, അതായത് അവരുടെ ക്വാ നമ്പർ എന്നൊക്കെ പറയുന്നതാണ്. അത് പല ആൾക്കാർക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ പറ്റും. അപ്പോൾ ക്വാ നമ്പർ അനുസരിച്ചാണ് നമ്മളത് നോക്കേണ്ടത്. അപ്പോൾ ക്വാ നമ്പർ അതിൽ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും നമുക്ക് കിഴക്ക് ഭാഗത്തുള്ള റൂമോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള റൂമോ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഈ വർഷം തെക്ക് കുറച്ച് പ്രോബ്ലമുള്ള സ്ഥലമാണ്. കുറച്ചൊന്നല്ല, ഈ ഫെബ്രുവരി 16 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരി ഏകദേശം 15 അല്ലെങ്കിൽ 14 വരെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷി മുഖേന 25 എന്ന് പറഞ്ഞൊരു ഹൈലി നെഗറ്റീവ് എനർജി വന്ന് നിൽക്കുന്നത് പ്രാവശ്യം തെക്ക് ഭാഗത്താണ്. അവിടെ തെക്ക് ഭാഗത്തുള്ള റൂമൊക്കെ ഇപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് അസുഖങ്ങളൊക്കെ രൂക്ഷമായിട്ട് വരുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തെക്ക് ഭാഗത്തുള്ള റൂമിലാണ് ആ കുട്ടി കിടക്കുകയാണെങ്കിൽ ആ റൂമൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. തെക്ക് ഭാഗത്തുള്ള റൂം, തെക്ക് ഭാഗത്ത് പ്രോബ്ലംസ് ആണ് കാണുന്നത്. അല്ലാതെ തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഇതുണ്ട്. കാരണം വരുന്ന പീരീഡ് 8 ആണിപ്പോൾ. ആ വരുന്ന 20 വർഷത്തേക്കുള്ള കറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ള 2-5 കോമ്പിനേഷൻസ് എന്ന് പറയുന്ന റൂമുകൾ വരും. അതായത് ഒരു വീടിന് 4 ദിശകളും 4 കോണുകളും ഉണ്ടെങ്കിൽ അതിൽ 4ഇടത്ത് പോസിറ്റീവ് എനർജി വേണം, 4ഇടത്ത് നെഗറ്റീവ് എനർജിയാണുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് വരുന്ന ആ എനർജി ഏത് ലെവലിലാണ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി ആംഗിളിലാണ് അത് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് വരുന്ന കോമ്പിനേഷൻസ്, സൂട്ടബിളായിട്ടുള്ള കോമ്പിനേഷൻസ് ഉള്ള റൂമുകളിൽ കിടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം കുറേയൊക്കെ നമുക്കത് മാറ്റം ഉണ്ടാകും. കുട്ടികളില്ലായ്ക അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേയൊക്കെ നമുക്കതിനകത്ത് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ പല ആൾക്കാരും ഡോക്ടേഴ്സിനൊക്കെ ചെന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലത് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അത് ഫലിക്കത്തില്ല. എനിക്ക് ഈ ഒരു കേസല്ല, ബോംബെയിലും ഒരു കേസ് ഇതുപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 1-2 പേർക്ക് അത് നമുക്ക് ആ ഒരു പ്രശ്ന പരിഹാരം, കാരണം അവരുടെ വീട് പോയി നോക്കിയതിന് ശേഷം അവർക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ്, അവർക്ക് അവരുടെ ബെഡ്റൂമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ വീട്ടിൽ ഏത് ബെഡ്റൂമാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക അങ്ങനെയുള്ള റൂമുകൾ സൂട്ടബിളായിട്ട് മാറ്റി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രശ്ന പരിഹാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് സേതുലക്ഷ്മി അല്ലേ, ആ കുട്ടിയുടെ വീട് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുക്കുന്നെങ്കിൽ പോലും അങ്ങനെയുള്ള ആ സൂട്ടബിളായിട്ടുള്ള റൂമിൽ നമ്മൾ കിടന്നുകൊണ്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നതിൽ നല്ല ഒരു മാറ്റം നമുക്ക് അതിനകത്തുണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംബന്ധിക്കുമ്പോൾ. ഇത് മാത്രമല്ല, വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ വരുമ്പോൾ പോലും നമുക്കത് നോക്കണം. നമ്മൾ കിടക്കുന്ന റൂം നമുക്ക് സൂട്ടബിളാണോ അല്ലയോ. ചിലപ്പം ആ സൂട്ടബിൾ ആണെങ്കിൽ പോലും നമ്മൾ തലവെച്ച് കിടക്കുന്ന ഭാഗം നമുക്ക് സൂട്ടബിളാണോ അല്ലയോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത് ആ ബെഡ്റൂമിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കണം. ചില ബെഡ്റൂമിലൊക്കെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കും.
എന്താ പറയുക, പഴയ ഷാർപ്പ് എഡ്ജുകളുള്ള പഴയ സാധനങ്ങൾ, കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കും. അതിൽ നിന്നൊക്കെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. ഈവൻ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ പോലും ബെഡ്റൂമിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം മരണ വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന തുണികൾ പോലും ഇട്ടുകൊണ്ട് ബെഡ്റൂമിനകത്തൊന്നും കയറാൻ പാടില്ല എന്നുണ്ട്. ഒത്തിരി നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും. അതിൽ കൂടുതൽ നമുക്ക് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഡ്രസ്സുകൾ പോലും, ഇപ്പോൾ നമ്മൾ പല എപ്പിസോഡിലും ഞാനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുമ്പോൾ ആ തുണികൾ പോലും വിട്ടുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് കയറാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്പേസ് ആയിരിക്കണം നമ്മുടെ ബെഡ്റൂം. അത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് തറയൊക്കെ തുടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്കതിനകത്ത് ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലായിരിക്കണം തലവെച്ച് കിടക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സൂട്ടബിളായിട്ടുള്ള സ്പേസ് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ആ റൂമിൽ കിടക്കുന്ന ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാൻ പറ്റും. പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ പടിഞ്ഞാറോട്ടോ മാത്രമേ നമുക്ക് തലവെച്ച് കിടക്കാൻ പാടുള്ളൂ. അല്ലാതെ വടക്കോട്ട് ഒന്നും നമുക്ക് ബെഡ് ഇട്ട് കിടക്കാൻ പാടില്ല. വടക്കോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് അതിനകത്ത് ദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്, നോർത്തിൽ നിന്ന് വരുന്ന ഒരു മാഗ്നറ്റിക് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന അയണിൻ്റെ കണ്ടൻറ്റ് മുഖേന നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഹെഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയും തലവേദന ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് പറയാൻ കാരണം. പല വീടുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, വടക്കോട്ടൊക്കെ തലവെച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? ചിറയൻകീഴിൽ നിന്നും സേതുലക്ഷ്മിയാണ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാനിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് സ്ഥിരതാമസം. ഭാര്യ ഒരു പ്രശസ്ത ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വിഷയം, എനിക്കിതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. ഇത് വീടിൻ്റെ പ്രശ്നമാണോ എന്നറിയാനാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ദർശനം വടക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പോഴും നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ. കാരണം ആ വീട്ടിൽ വടക്ക് ദർശനമാണെങ്കിലും ആ വീടിൻ്റെ ചുറ്റും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന് അറിയാൻ പറ്റും. ഒന്നുകിൽ ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ കിണറോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറെങ്കിലും പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റുക. പടിഞ്ഞാറ് ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉള്ള ഒരു ഇത് വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കിഴക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും റൂം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ബെഡ്റൂമിൽ കിഴക്കുള്ള റൂമൊക്കെ ആണെങ്കിൽ നല്ലതാണ് ആ കുട്ടി ഉപയോഗിക്കേണ്ടത്. എനിവേ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള വിഷയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൂട്ടബിളായിട്ടുള്ള, നിങ്ങളുടെ വീട്ടിൽ പല ബെഡ്റൂം ഉണ്ടാവും, അതിൽ സൂട്ടബിളായിട്ടുള്ള ബെഡ്റൂം മാത്രം നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ട് തലവെച്ച് കിടക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബെഡ്റൂമിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് മെഡിസിനാണോ എടുക്കുന്നത് ആ മെഡിസിനും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. നിങ്ങളുടെ വീട് സന്ദർശിച്ച് അതിനുള്ള പരിഹാരം ചെയ്തു തരാം. നമസ്കാരം.